ബാങ്കോക്കിലെത്തി. ഇവിടെ നമ്മള് ആൽപൈൻ കോസ്റ്ററിൽ കയറാൻ വേണ്ടിട്ട് പോവാണ്. ദാ ആ കാണുന്നതുണ്ടോ, അതങ്ങനെ മേള് വരെ ഉണ്ട്. സോ നമുക്ക് അതിൽ കയറിയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ക്യാമറ അലൗഡ് ആണെങ്കിൽ ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ എടുക്കാം. ആൽപൈൻ കോസ്റ്ററിൽ കയറാൻ വേണ്ടിട്ട് എൻട്രൻസിൽ തന്നെ ദാ ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് കളക്ട് ചെയ്യാം. ഒരാൾക്ക് 15 euros ആണ്. നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യാം. അതുപോലാണ് നമ്മളെ മേളിലേക്ക് കൊണ്ടുപോയത്. അടിപൊളി ഫോട്ടോ. ഞാൻ കൈയൊക്കെ വെച്ചതാണ്, പക്ഷെ അതൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ആൽപൈൻ കോസ്റ്ററിലൊക്കെ പോയിട്ട് ഇറങ്ങി. അവര് ക്യാമറ അലോ ചെയ്യുന്നില്ല, കാരണം നല്ല സ്പീഡിലൊക്കെ ആയിരിക്കും തിരിച്ചിറങ്ങി വരുന്നത്. അപ്പം ക്യാമറ പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ കൺട്രോൾ നിൽക്കത്തില്ല. സോ ബെറ്റർ എടുക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത്. നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ സ്പീഡിനനുസരിച്ച് വരാം. നല്ലായിരുന്നു, നല്ല ടോപ്പിലും ഉണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇറങ്ങി. 660 ബസ് ഇവിടെ നിർത്തും. ഇവിടുന്ന് ഇതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ അതിന്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. സോ അവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്നാൽ മതി ആൽപൈൻ കോസ്റ്ററിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മളിനിയും അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മള് ക്ലാംസിലോട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. എന്ത് ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണെന്ന് നോക്കിക്കേ. ഇവിടെ നോ ഫിഷിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആക്കിയിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി സിഗ്മണ്ട് ക്ലാം ഇതിന്റെ തൊട്ടടുത്ത സ്റ്റോപ്പാണ്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫോൾ ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ക്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റെപ്സ് ആണ്. അപ്പം സ്റ്റെപ്സ് ഒക്കെ കയറി നമുക്ക് ഓരോ സ്റ്റേജിലും ചെല്ലുമ്പം ഇങ്ങനെ വാട്ടർഫോൾ അടുത്തടുത്ത് കാണാൻ വേണ്ടിട്ട് പറ്റും. പക്ഷെ ഇപ്പം വിന്റർ ആയതുകൊണ്ട് അവർക്ക് ക്ലോസ് ചെയ്തേക്കുവാണ്. നവംബർ തൊട്ട് നമ്മൾ അവരുടെ സൈറ്റിലൊക്കെ കയറി നോക്കിയപ്പം 2025 ഇനി ഓപ്പൺ ചെയ്യുള്ളെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ നവംബർ വിന്റർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വന്നതുകൊണ്ട് കുറെ പ്ലേസസ് അങ്ങനെ നമുക്ക് മിസ്സായി, കാരണം അതെല്ലാം ക്ലോസ്ഡ്. നല്ല ബ്ലൂയിഷ് ഗ്രീൻ കളറാണ് കേട്ടോ ഈ വെള്ളത്തിന്റെ ക്ലാംസി ലേക്കില്. കൊള്ളാം. നമ്മളപ്പോ അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളിപ്പം വിന്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ ZLMC കാപ്പൂൺ ഏരിയയിലുള്ള കുറേ സ്ഥലങ്ങൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല, കാരണം കുറേ ടൂറിസ്റ്റ് പ്ലേസസ് ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലത്തെ സിഗ്മണ്ട് ക്ലാം ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അവർ 2025 ഇനി ഓപ്പൺ ചെയ്യുള്ളതെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ടോപ്പ് ഓഫ് സാൽസ്ബർഗ് മാത്രം എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ബെസ്റ്റ് ടൈം തന്നെയാണ്. അതേപോലെ സ്കീയിങ് ഒക്കെ നല്ല ടൈം തന്നെയാണ് ഈ വിന്റർ. ഓ മൈ ഗോഡ്, ഇതിൻ്റെ അകത്ത് വല്ല വീണ ചത്ത് തന്നെ. ഭയങ്കര ഡീപ്പാണ്.
സോ ഈ ക്ലാംസി വീഡിയോയുടെ കൂടിയ എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. സോ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് എല്ലാം ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ ഇനിയും അടുത്ത പ്ലേസും അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.